ഖത്തറിന് തിരിച്ചടിക്കാനാവുമോ? ദേ ഹാവ് ദ റൈറ്റ് ടു അറ്റാക്ക്. UN ചാർട്ടർ അനുസരിച്ച് ആക്രമണ വിധേയമാകുന്ന രാജ്യത്തിന് തിരിച്ച് സ്വയം പ്രതിരോധത്തിനായി തിരിച്ചടിക്കാൻ അവകാശമുണ്ട്. പക്ഷേ അത് പ്രയോഗിക്കണമെങ്കിൽ വലിയേട്ടൻ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് വേണം അത് പ്രതികരിക്കാൻ. അമേരിക്കയാണ് അവിടെയും വലിയേട്ടൻ. ഖത്തറിന്റെ കൈവശമുള്ളതും സൗദി അറേബ്യയുടെ കൈവശമുള്ളതും അറബ് ലീഗിലെ മിക്ക രാജ്യങ്ങളുടെ കൈവശമുള്ളതും, ചില രാജ്യങ്ങൾ വ്യത്യാസമാണ്, റഷ്യൻ ആയുധങ്ങളുണ്ട് എന്ന് വിസ്മരിക്കുന്നില്ല, സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്. പക്ഷേ മിക്ക രാജ്യങ്ങളും, പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ, അതെല്ലാം തന്നെ അമേരിക്ക ഒന്ന് പറഞ്ഞാൽ അങ്ങ് ആക്രമിക്കാം. അമേരിക്ക പറയുമോ? ട്രംപ് പറയുന്നത് എന്താണ്? സത്യത്തിൽ ഞാൻ നിരപരാധിയാണ്, നെതന്യാഹു ആണത് ചെയ്തത്, എന്നോട് അറിയിച്ചിരുന്നു കേട്ടോ. പക്ഷെ അറിയിച്ചപ്പോൾ സ്വല്പം വൈകിപ്പോയി. ഞാൻ എൻ്റെ കിങ്കറിനോട് പറഞ്ഞു. അതാരാണ്? സ്റ്റീവ് വിറ്റ്കോഫ്. ഈ കിങ്കരൻ സ്വല്പ സമയം എടുത്താണ് അറിയിച്ചത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ലാഗ്. എന്ത് എളുപ്പമാണിത് പറയാൻ. 10-30 പേര് വധിക്കപ്പെട്ട, അല്ലെങ്കിൽ 5 ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ആക്രമണം എന്ത് സിമ്പിളായിട്ടാണ് അമേരിക്ക പറയുന്നത്. ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. ഞങ്ങളല്ല, ഇത് ഇസ്രായേലിൻ്റെ മാത്രം പദ്ധതിയാണ്, അമേരിക്കയുടെ പദ്ധതിയല്ല. എന്തു പറഞ്ഞാലും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് അമേരിക്കയുടെ അനുഗ്രഹാശിസ്സുകളോടെ തന്നെ മാത്രമേ ഇസ്രായേൽ അത് ചെയ്യൂ. അല്ല എങ്കിൽ ഏകപക്ഷീയമായി ചെയ്താൽ പോസ്റ്റ് ഫാക്ടോ സാങ്ഷൻ കൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയും, എക്കാലം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു ധിക്കാരം, ഈ ഒരു അഹങ്കാരം, ഈ ഒരു ധാർഷ്ട്യം, ഈ ഒരു കോൺഫിഡൻസ്, ഇത് നെഗറ്റീവായിട്ടും കാണാം, അത് പോസിറ്റീവായിട്ടും കാണാം. ധാർഷ്ട്യം നെഗറ്റീവാണ്, കോൺഫിഡൻസ് പോസിറ്റീവാണ്. ഇതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ കൈമുതൽ.